ഹായ് എവരിവൺ. ഇപ്പോൾ ഒരു 5:30 ഞാനിന്ന് നേരത്തെ എണീച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. എനിക്ക് നോർമലി രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എണീക്കണം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനെ വാഷ്റൂമിൽ പോയി മുഖം കഴുകി അതുപോലെ പല്ലൊക്കെ തേച്ച ശേഷം വീണ്ടും ഇങ്ങനെ ഹാളിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ലാസ്റ്റ് ഒരു 4 ദിവസം മുമ്പിട്ടൊരു വീഡിയോക്ക് ലാസ്റ്റ് അല്ല 4 ദിവസം മുമ്പിട്ടൊരു വീഡിയോയ്ക്കും ഇപ്പം ഏകദേശം ഒരു 20 വ്യൂസും അതുപോലെ തന്നെ 4 ലൈക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ ഞാനിപ്പോൾ ഉള്ളത് ഒരു ഹാളിലാണ്. അപ്പം ഈ ഹാളിൻ്റെ പുറത്ത് നോക്കിയാൽ ഇങ്ങനെ വ്യൂസ് കാണാം. തുറന്നിട്ട് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലുള്ളൊരു വ്യൂ. ഇത് ഫുള്ള് തുറക്കാൻ പറ്റില്ല, പകുതി മാത്രമേ ഇങ്ങനെ തുറക്കാൻ പറ്റൂ. ഇതാണ് പുറത്തേക്ക് നോക്കിയാലുള്ളൊരു വ്യൂ. ആ ദൂരെ കാണുന്ന ഒരു മാളാണ് സഹാറ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. ആ മാളിൽ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കുറച്ച് ആൾക്കാരൊക്കെ രാവിലെ തന്നെ എണീച്ച് പണിക്ക് പോകുന്നൊരു കാഴ്ച കാണാൻ പറ്റും നിങ്ങൾക്ക്. റൂമിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണെങ്കിലും പുറത്ത് നല്ല ചൂടുണ്ട്. രാവിലെ എത്ര ഏകദേശം ഒരു 6 മണി അത്ര നല്ല ചൂട് കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ എണീച്ചാൽ ഇരിക്കാറ്. കാരണം ഇപ്പം ഏകദേശം ഒരു 6 മണി അത്ര. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത് ഒരു 9 മണിയാകുമ്പോഴാണ് ഓഫീസിലെത്തേണ്ടത്. അപ്പോൾ ഞാനൊരു നോർമലി ഒരു 8 മണിയാകുമ്പോഴൊക്കെയാണ് റെഡി ആവാൻ തുടങ്ങുക. അപ്പോൾ അതുവരെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഇരുന്ന് ഫോണൊന്നും നോക്കാണ്ട് വെറുതെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കും. ഇതാണ് ഞാൻ ഈ സോഫയിൽ ഇരുന്നാൽ എനിക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഒരു ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഡ്രസ്സൊക്കെ ആർത്തിടാൻ വേണ്ടിയുള്ള ഒരു ഹാങ്കേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ടേബിൾ ഉണ്ട് നമ്മൾ ഇസ്തിരിയൊക്കെ ഇടുന്ന, പിന്നെ വെള്ളം കുടിക്കുന്ന കുറച്ച് വാട്ടർ ഗാലൻസ് ഉണ്ട് അവിടെ. ഞാൻ മെല്ലെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ റൂം എന്ന് പറയുന്നത് 2 BHK റൂമാണ്. അപ്പം ഒരു റൂമിൽ ഒരു 3 ആളുണ്ട്, വേറൊരു റൂമിൽ ഒരു 3 ആളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഉറങ്ങിയാണ്. ഞാൻ മാത്രം ഇന്ന് നേരത്തെ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഇവിടെ സോഫയിൽ ഇരിക്കുന്നുള്ളൂ. അപ്പം വിളിച്ച് സംസാരിച്ചാൽ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ മെല്ലെ സംസാരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ എൻ്റെ റൂമിൻ്റെ പുറത്ത് ഞാൻ ഇറങ്ങി. ഞാൻ റൂമിൽ നിന്ന് ഫ്രഷായി. പിന്നെ റൂമിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം രാവിലെ തന്നെ ബാക്കി റൂമിലെ ആൾക്കാർ റെഡി ആവുന്നതുകൊണ്ട് തന്നെ ഫുൾ തിരക്കിലായിരുന്നു. അപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഞാൻ എൻ്റെ ഓഫീസിലേക്ക് നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഫുഡ് കഴിക്കണം. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് നടക്കുന്ന വഴി. എൻ്റെ റൂമിൽ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് ഏകദേശം ഒരു 5 മിനിറ്റേ നടക്കാനുള്ളൂ. അതാണ് ഞാൻ ഒരു 2 കൊല്ലമായി എനിക്ക് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അതുതന്നെയാണ്. കാരണം കുറേ ട്രാവൽ ചെയ്യണ്ട, കുറേ നടക്കാനില്ല, കുറച്ച് നടക്കാനുള്ളൂ. ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് റൂം. പിന്നെ മടുപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് എപ്പോഴും സെയിം സ്ഥലം, സെയിം കാഴ്ചകൾ, ചിലപ്പം സെയിം ആൾക്കാർ തന്നെ ഉണ്ടാവും. അങ്ങനെ ഓഫീസിൻ്റെ അടുത്ത് എത്താനായി. അപ്പം ഇവിടെ ഒരു കഫത്തേരിയ ഉണ്ട്, അവിടെ കയറി ജസ്റ്റ് ഒരു ചായയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിലേക്ക് പോകണം. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങി. ഞാൻ നോർമലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യാറില്ല, പൊറോട്ട കഴിക്കാറില്ല. പക്ഷെ ഇന്ന് രാവിലെ എണീച്ചപ്പം ഒരു 2 പൊറോട്ടയും ചിക്കൻ കറിയും തിന്നാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം. അപ്പോൾ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ അവിടെ പോയി 2 പൊറോട്ടയും കഴിച്ചു. അങ്ങനെ ഞാനിപ്പോൾ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസ് എത്താനായി. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. ഇന്ന് എനിക്ക് 2 ക്ലാസ് ഉണ്ട്. ഒന്ന് രാവിലെ 10 മണിക്കും ഒന്ന് ഉച്ചയ്ക്ക് 2:30ക്കും. അപ്പം ഇതുതന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതുപോലെ 2 ക്ലാസ്സും കഴിഞ്ഞ് വൈകുന്നേരം 6 മണിയാകുമ്പം വീണ്ടും റൂമിലേക്ക് പോകും. വീണ്ടും റൂമിൽ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കും, കടന്നുറങ്ങും. വീണ്ടും രാവിലെ ഇതേപോലെ വരും.
തന്നെയാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.